എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +1 റിസൾട്ട് 2024 റിസൾട്ട് ഡേറ്റ് വന്നു. മെയ് 31 എന്നൊക്കെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറൊരു സങ്കട വാർത്തയും കൂടെ പറയാം. നമ്മുടെ ചാനലിൽ 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. 100 പേർ വീഡിയോ കാണുമ്പോൾ 10 പേരെ ഞാൻ ചോദിക്കുന്നുള്ളൂ. ആ 10 പേർ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെ ആവരുത്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്ന ഒരുപാട് തരത്തിലുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കതിൻ്റെ എല്ലാം ഗുണം ലഭിക്കണമെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പിന്നെ എനിക്ക് മറ്റൊരു കാര്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് എന്താണ്, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന 1 മാസം മുമ്പ് വരെ വീഡിയോ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ ഇപ്പോഴും എന്നോട് സംശയങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അല്ല, നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ സംശയങ്ങൾക്ക് അങ്ങോട്ട് മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോകാം. സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ ഓർമ്മിക്കുക. +1 റിസൾട്ട് 2024. ഇന്നൊരു വിദ്യാർത്ഥി എനിക്ക് കമൻറ്റ് ചെയ്തു മെയ് 31 അപ്പോൾ +1 റിസൾട്ടിൻ്റെ ഡേറ്റ് ഒന്നും നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. പൊതുവിദ്യാഭ്യാസ വകുപ്പോ പൊതുവിദ്യാഭ്യാസ മന്ത്രിയോ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ +1 റിസൾട്ടിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. അത് എല്ലാ വർഷവും സംഭവിക്കുന്നൊരു കാര്യമാണ്. അവിടെ +1 റിസൾട്ട് SLC റിസൾട്ട് പോലെയും +2 റിസൾട്ട് പോലെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി വന്ന് പത്രസമ്മേളനം വിളിക്കുകയും ഔദ്യോഗികകരമായി പത്രസമ്മേളനം നടത്തി അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന ഒരു റിസൾട്ടല്ല. SLC +2 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 മാസം മുമ്പേ എന്ത് ചെയ്യും, അതിൻ്റെ ഡേറ്റ് പ്രസിദ്ധീകരിക്കും. എന്നതാ ഈ മാസത്തെ കാര്യം. ഈ മാസം ഇപ്പോൾ അടുത്ത മാസമാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, അടുത്ത മാസം 10-ാം തീയതി +1ൻ്റെ റിസൾട്ട് വരും. അടുത്ത മാസം 10-ാം തീയതി SLC റിസൾട്ട്, 15-ാം തീയതി +2ൻ്റെ റിസൾട്ട് പുറത്തു വിടും എന്ന് വിദ്യാഭ്യാസ മന്ത്രി വന്ന് പ്രഖ്യാപിക്കും. എന്നിട്ട് 1 മാസം കാത്തിരിപ്പ്. എന്നിട്ട് 10-ാം തീയതി ആകുമ്പോൾ SLC റിസൾട്ട് കൊട്ടി ഘോഷിച്ച് പ്രസംഗിക്കുന്നു. 15-ാം തീയതി ആകുമ്പം +2ൻ്റെ ഇങ്ങനെ കൊട്ടി ഘോഷിച്ചങ്ങ് പ്രസിദ്ധീകരിക്കുന്നു. പക്ഷേ +1ൻ്റെ റിസൾട്ട് ഒരിക്കലും അങ്ങനെയല്ല പ്രസിദ്ധീകരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും റിസൾട്ട് വരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ക്ലാസ് റൂമിലിരിക്കുമ്പോഴായിരിക്കും ഞാൻ റിസൾട്ട് വരുന്നത്. ഞാൻ ഈ വർഷം +2 എഴുതി റിസൾട്ട് വന്നു. റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പാസ്സായി. അത്യാവശ്യം നല്ല ഗ്രേഡോട് കൂടി പാസ്സായി. ഞാൻ കഴിഞ്ഞ വർഷം +1 എൻ്റെ റിസൾട്ട് വന്നത് ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോഴാണ്. ഏതാണ്ട് ഒരു ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് ഒരു ലഞ്ച് ബ്രേക്ക് ആകാൻ പോകുമ്പം ഒരു 11:30-12:30 ആ സമയത്ത് എന്ത് ചെയ്തു, കഴിഞ്ഞ വർഷം ക്ലാസ് റൂമിലിരിക്കുമ്പോഴാണ് +1ൻ്റെ എന്ത് ചെയ്യുന്നത്, റിസൾട്ട് വരുന്നത്. ഒരു ലഞ്ച് ബ്രേക്കിൻ്റെയൊക്കെ ആ സമയമാകാൻ വരുമ്പം. അപ്പോൾ അതുപോലെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ടും വരിക. യാതൊരു മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ രാവിലെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു, ചിലപ്പോൾ +1 റിസൾട്ട് ഇന്ന് ഉച്ചയോടെ പ്രസിദ്ധീകരിച്ചേക്കും. ചിലപ്പോൾ, അത് ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ഇന്ന് ഉച്ചയോടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചേക്കും. അതിന് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉച്ചയായപ്പോൾ എന്ത് ചെയ്തു, റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. +1 റിസൾട്ടിൻ്റെ അവസ്ഥ അതാണ് പിള്ളേരെ, വിദ്യാർത്ഥികളെ, നിങ്ങളുടെ +1 റിസൾട്ടിൻ്റെ അവസ്ഥ അതാണ്. ഇന്ന് പ്രസിദ്ധീകരിക്കും, നാളെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ് പലയിടത്തും കാണും. പക്ഷേ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ടൊരു ഡേറ്റ് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് നമ്മൾ പ്രീമിയർ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാൻ. നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ +1 റിസൾട്ടിൻ്റെ കാര്യം പറയുന്നത് അതാണ്. യാതൊരു മുന്നറിയിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇന്ന് രാവിലെ ആയിരിക്കും ഡേറ്റ് വരുന്നത്. ചിലപ്പോൾ ഇന്നെന്ത് ചെയ്തേക്കാം, റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യത. ഇന്ന് ഉച്ചയോടെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാൻ സാധ്യത. ചിലപ്പോൾ അത് എന്ത് ചെയ്യും, നടക്കാതെ പോവും. അന്നത്തെ ദിവസം റിസൾട്ട് പ്രസിദ്ധീകരിക്കില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, 2 ദിവസം കഴിയുമ്പോഴോ പിറ്റേ ദിവസം എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ റിസൾട്ട് വന്നത് +1ൻ്റെ റിസൾട്ട് വന്നത് ഒരു 11:30-ക്കും 12:30-ക്കും ലഞ്ച് ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് ഒരു ലഞ്ച് ബ്രേക്കൊക്കെ ആകാൻ പോകുന്ന ടൈമിലാണ് +1 റിസൾട്ട് വന്നത്. ആഹാ, എന്താ രസമല്ലേ, നല്ല സുഖമല്ലേ റിസൾട്ട് വരുന്ന ടൈം. അതുപോലെയൊക്കെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ റിസൾട്ടും ഒക്കെ വരുന്നത്. ഏതായാലും കാത്തിരിക്കുക. റിസൾട്ടുമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ SLC +2 റിസൾട്ട് പോലെ കൊട്ടി ഘോഷിച്ചല്ല എന്ത് ചെയ്യുന്നത് +1 റിസൾട്ട് പുറത്തു വിടുന്നത്. +1 റിസൾട്ട് കൊട്ടി ഘോഷിച്ചൊന്നും അല്ല പുറത്ത് വിടുന്നത്. പിന്നെ എങ്ങനെയാണ് റിസൾട്ട് പുറത്ത് വിടുന്നത്, എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ചിലപ്പോൾ ഇന്ന് പ്രസിദ്ധീകരിച്ചേക്കും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ഉച്ചയോട് കൂടിയൊക്കെ തന്നെ പ്രസിദ്ധീകരിക്കും. യാതൊരു മുന്നറിയിപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയാണ് +1 റിസൾട്ടിൻ്റെ യഥാർത്ഥ അവസ്ഥ.
അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. 100 പേർ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.